ഈ കോഴ്സിൽ പ്രായപരിധി ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. കാരണം പലപ്പോഴും ചെറുപ്പകാലങ്ങളിലൊക്കെ പലരും പഠിക്കണം എന്ന് ആഗ്രഹിച്ചതിലേക്ക് വരാതെ പോയവരുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന അല്ലെ ഞങ്ങളുടെ അയൽവക്കത്തെ ഒരാൾ ഇങ്ങനെ CAക്ക് പോയി അദ്ദേഹത്തിന് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി CAക്ക് പോയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് CAക്ക് പോകണം. അപ്പോഴവർ CAക്ക് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ CAക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇതിനകത്തുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് 2 വർഷത്തെ ആർട്ടിക്ഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റ് ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല. CA ഫേമിൽ ആ ഒരു ട്രെയിനിങ് കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ട്രെയിനിങ് എടുക്കും. അത് മാത്രമാണ് ഇതിനകത്തുള്ള ഏക ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് ഞാൻ പറയുകയില്ല, ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ആ 2 വർഷം നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ലീവ് എടുത്തോ എങ്ങനെയെങ്കിലും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഈ കോഴ്സിലേക്ക് വരാൻ സാധിക്കും. നമ്മുടെ ഏത് പ്രായത്തിലും നമുക്ക് CA പാസ്സാകാൻ സാധിക്കും. എനിക്കൊരു ആളെ അറിയാം, അദ്ദേഹം ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും VRS എടുത്തിട്ട് അദ്ദേഹം CAക്ക് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ 57ാമത്തെ വയസ്സിൽ അദ്ദേഹം CA പാസ്സായി. അദ്ദേഹം ഇന്ന് വളരെ ആക്റ്റീവായിട്ട് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, വളരെ മോട്ടിവേഷനായിട്ട് ക്ലാസ് എടുക്കുന്നു. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു CA പഠിക്കണം എന്നുള്ളത്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ജോലിക്ക് പോകുന്നതാണ് വീട്ടിലുള്ളവർക്ക് താല്പര്യം വന്നുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു പാഷൻ ഇങ്ങനെ ഉറങ്ങി കിടക്കുമായിരുന്നു, എനിക്ക് എങ്ങനെയും CA ആകണം. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ജോലിയൊക്കെ VRS എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം CAയിലേക്ക് വന്നു. അദ്ദേഹം ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ അദ്ദേഹം ഈ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. ഏതൊരു സ്ഥാപനത്തിലെയും ഒരു ഫിനാൻസിൻ്റെ ഹെഡിന് പല പേരുകൾ വിളിക്കുന്നുണ്ട്. ഇപ്പം സാധാരണ നേരത്തെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ജനറൽ മാനേജർ ഫിനാൻസ് ആണ്. ഇപ്പം കമ്പനീസ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വന്ന കാരണം അതെല്ലാം CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നുള്ള ഒരു പേരാണ് വിളിക്കുന്നത്. കാരണം കൂടുതൽ സ്ഥാപനങ്ങളിലും നമ്മുടെ ലിസ്റ്റഡ് കമ്പനികളിലും ഒക്കെ ഇപ്പോൾ ഒരു CFO എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നു. കമ്പനീസ് ആക്ട് 2013 ആ ഒരു CFO ടേമാണ് നിഷ്കർഷിക്കുന്നത്. അപ്പം CFO എന്ന് പറയുന്ന ഒരു കീ മാനേജറൽ പേഴ്സണായിട്ട് നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഡിഫൈൻ ചെയ്യണം. കമ്പനി സെക്രട്ടറി, MD, CFO എന്ന് പറയുന്നവരൊക്കെ കമ്പനിയുടെ 3 കീ മാനേജറൽ പേഴ്സൺസ് ആണ്. അവർ നമ്മുടെ ഇപ്പം ലിസ്റ്റഡ് കമ്പനികളാണെങ്കിൽ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം അവിടെ ഫോളോ ചെയ്ത് പോരുന്നുണ്ട്. ഞാൻ എൻ്റെ കരിയർ ആരംഭിക്കുന്നത് ബാങ്കിൽ നിന്നാണ്. അതിനുശേഷം ഞാൻ KFCയിൽ ഫിനാൻഷ്യൽ കൺട്രോളറായിട്ട് 8 വർഷം ജോലി ചെയ്തു. അവിടെ നിന്നാണ് ഇസാഫിലേക്ക് മാറുന്നത്. ഇസാഫ് ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനമായിരുന്നു. 2015 ഇസാഫിന് പുതിയ ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് ലഭിച്ചു. അതിൻ്റെ ശേഷമുള്ള 2 വർഷം ഒരു ബാങ്കിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സായിരുന്നു. കാരണം നമ്മളൊക്കെ പലപ്പോഴും ബാങ്കിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ളത്. അപ്പോൾ ഒരു പുതിയ ബാങ്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ലഭിച്ച ആദ്യത്തെ ബാങ്കാണ് ഇസാഫ്. അപ്പം ഇസാഫിലെ ഒരു ബാങ്കിൻ്റെ ഒരു കൺവേർഷൻ പ്രോസസ്സിൽ ഒത്തിരിയേറെ പ്രൊഫഷണലുകൾ വളരെയേറെ അധ്വാനം ചെയ്തു. അതിനകത്ത് പ്രധാനമായിട്ടും ബാങ്കിങ് പ്രൊഫഷണൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, അതിൻ്റെ ഒരു പ്രധാന ഏകദേശം 28-30ഓളം സോഫ്റ്റ്വെയറുകൾ അതിൻ്റെ തുടക്കത്തിൽ വന്നു. പിന്നെ HR ഒരു ഭാഗമായി, പിന്നെ അതിൻ്റെ പോളിസികളുടെ ഒരു കോർഡിനേഷൻ, പിന്നെ അതിൻ്റെ ബ്രാഞ്ച് ഡിസൈനിങ്, പ്രോഡക്റ്റ് ഡിസൈനിങ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബാങ്കുകളിലെ ബ്രാഞ്ചുകൾ കണ്ടെത്തുക, അതിനുള്ള ATMകൾ കണ്ടുപിടിക്കുക, പിന്നെ അതിനുള്ള റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, അങ്ങനെ ഒരു വ്യത്യസ്തമായ ഏകദേശം 10-20 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കോർഡിനേഷൻ 2 വർഷം നടന്നതിന് ശേഷമാണ് 2017 ബാങ്കിൻ്റെ ഉദ്ഘാടനം നടക്കപ്പെട്ടത്. അപ്പം അതിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇസാഫ് അതിൻ്റെ തുടക്കകാലം തുടങ്ങി തന്നെ നല്ലൊരു ക്വാളിറ്റി പോർട്ട്ഫോളിയോ, അതായത് അവരുടെ അസറ്റുകൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു അസറ്റായിരുന്നു. കാരണം അതിൻ്റെ റീപേയ്മെൻറ്റുകളൊക്കെ വളരെ നല്ലതായിരുന്നു. അപ്പം ബാങ്ക് ആകുന്ന സമയത്തും ഏകദേശം 0.5% മാത്രമായിരുന്നു അതിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റ്. ഈ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ വളരെ നല്ലതായതുകൊണ്ടും ഇന്ത്യയിലെ ഏകദേശം 16 സംസ്ഥാനങ്ങളിൽ ഇസാഫിന് ഒരു പ്രവർത്തനങ്ങളുണ്ടായിരുന്നുകൊണ്ടും ഇന്ത്യയിലെ നക്സൽ മേഖലയായ ജാർഖണ്ഡിലും നാഗ്പൂരിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒരുപക്ഷെ ബാങ്കിങ് രംഗത്തേക്ക് റിസർവ് ബാങ്ക് ഇസാഫിനെ നയിച്ചത്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരു മേജർ ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് ഇസാഫ് മാറി. നല്ല പ്രോഡക്റ്റുകളും നല്ല സർവീസുകളുമൊക്കെ അവർ ജനത്തിന് നൽകുന്നു. അപ്പം എൻ്റെ റോള് ആദ്യം അവിടെ CFO ആയിരുന്നു. അതിനുശേഷം ഞാൻ ഓഡിറ്റിൻ്റെ ഹെഡായി, അതിനുശേഷം നാഷണൽ മാർക്കറ്റിംഗ് ഹെഡായി മാറുകയും അതിനുശേഷം 2018 ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്വന്തമായ കൺസൾട്ടൻസിയിലേക്ക് മാറുകയും ചെയ്തു. കമ്മ്യൂണിക്കേഷൻ ഏത് പ്രൊഫഷണലിലും വളരെ അത്യാവശ്യമുള്ളതാണ്. കാരണം ഇന്ന് കമ്പനികളിൽ നമ്മുടെ
പെർഫോമൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു നമ്മുടെ ലെവൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കഷൻസും കൂടുതൽ നെഗോഷിയേഷൻസും ഒക്കെയാണ് കൂടുതൽ സംഭവിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് സ്ഥാപനം വളരുന്നതനുസരിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആൾക്കാർ ഏതൊരു കമ്പനിയിലും എത്തുകയും അപ്പോൾ അവിടെ പലപ്പോഴും നമ്മൾ റേറ്റിൻ്റെ നെഗോഷിയേഷനുണ്ട്, ഡീലുകളുടെ നെഗോഷിയേഷനുണ്ട്, അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളുടെ ഒരു എന്താ പറയുന്നത് വാലിഡേഷനുണ്ട്, അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട്. ഇതിനകത്തെല്ലാം കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. പിന്നെ നമുക്ക് എല്ലാ ലെവലുകളിലും നമ്മുടെ പെർഫോമൻസ് അളക്കുന്നത് അതൊരു ഞാൻ പറയുന്നത് ജോലി ചെയ്യുന്ന കമ്പനിയിൽ മാത്രമല്ല, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടിനും അല്ലെങ്കിൽ കൺസൾട്ടൻസി ചെയ്യുന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടിനും ഒക്കെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് 2000 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർമീഡിയറ്റിൻ്റെ സമയത്തും ഫൈനലിൻ്റെ സമയത്തും ഓരോ മാസത്തെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നൽകുന്നുണ്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പേഴ്സ് എല്ലാ മേഖലകളിലും എക്സ്പേർട്ടായിട്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാത്രമല്ല അവർ ലാംഗ്വേജിലും നെഗോഷിയേഷൻസിലും ലീഡേഴ്സായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും നടത്തുന്നത് അവിടെ ഒരു എലക്റ്റഡ് ബോഡിയാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇന്ത്യയിൽ 175 ബ്രാഞ്ചുകളുണ്ട്, കേരളത്തിൽ 9 ബ്രാഞ്ചുകളുണ്ട്. ഈ 9 ബ്രാഞ്ചുകളും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെയാണ് അവിടുത്തെ ഇലക്ഷനുകൾ നടക്കുന്നതും ഓരോ 3 വർഷം പുതിയ കമ്മിറ്റികൾ അധികാരത്തിൽ വരികയും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഡൽഹിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒക്കെ നടത്തുന്നത് ഇങ്ങനെയുള്ള ലീഡേഴ്സാണ്.